ഡിയർ ഫ്രണ്ട്സ് ആൻഡ് ലീഡേഴ്സ്, നമുക്ക് നമ്മുടെ ലാഡറി ലക്ഷ്മി ട്രസ്റ്റിലേക്ക് നമുക്ക് ടോക്കൺ പോക്കറ്റ്, ഇനിയിപ്പോൾ അത് ഡോളർ ബേസിലാണ് ചെയ്യുന്നത്. അപ്പം ഡോളർ ബേസിൽ നമുക്ക് ചെയ്യണമെങ്കിൽ ഒരു ഇത് വേണം, നമുക്കൊരു വാലറ്റ് വേണം. ഓക്കെ, അപ്പോൾ നമ്മൾ ഉപയോഗിക്കുന്ന വാലറ്റ് എന്ന് പറയുന്നത് ടോക്കൺ പോക്കറ്റാണ്. ടോക്കൺ പോക്കറ്റ് നമ്മൾ പ്ലേ സ്റ്റോറിൽ പോവുക, ടോക്കൺ പോക്കറ്റ് സെർച്ച് ചെയ്യുക. അതായത് പ്ലേ സ്റ്റോർ ഓപ്പൺ ആക്കുക, അവിടെ സെർച്ചിൽ താഴെ സെർച്ച് ഉണ്ട്, അതിൽ സെർച്ചിൽ കൊടുത്തിട്ട് മുകളിൽ വന്നിട്ട് ടോക്കൺ പോക്കറ്റ് ഇവിടെ വരും. നമ്മൾ ടോക്കൺ എന്ന് അടിക്കുമ്പോൾ അത് വരും. അതിൽ ടച്ച് ചെയ്യുമ്പോൾ ടോക്കൺ പോക്കറ്റ് ഇതിൽ ഈ ആദ്യത്തെ അല്ല രണ്ടാമത്തെ ടോക്കൺ പോക്കറ്റ് എന്നുള്ളത് ഇതിപ്പോൾ എൻ്റെ അപ്ഡേറ്റ് ചെയ്ത് വെച്ചിരിക്കുകയാണ്. ഞാൻ അപ്ഡേറ്റ് കൊടുത്താൽ എൻ്റെ ഓൾറെഡി ഇൻസ്റ്റാൾഡ് ആണ്. ടോക്കൺ പോക്കറ്റ് ഓൾറെഡി എൻ്റെ ഉണ്ട്. അപ്പോൾ അതുകൊണ്ട് തന്നെ അത് ഇപ്പോൾ അപ്ഡേറ്റ് ചോദിച്ചതുകൊണ്ട് ഇപ്പോൾ അപ്ഡേറ്റ് കൊടുത്തു. ഓൾറെഡി ഉള്ളവർക്ക് അവിടെ ഓപ്പൺ ചെയ്യാനായിട്ട് വരും, ഇല്ലാത്തവർക്ക് അവിടെ ഇൻസ്റ്റാൾ ചെയ്യാൻ വരും. ഇൻസ്റ്റാൾ ചോദിക്കും. ആ റൈറ്റ് സൈഡിൽ ഇപ്പോൾ ഓപ്പൺ എന്ന് പറഞ്ഞ് വരുന്നിടത്ത് അവിടെ ഇൻസ്റ്റാൾ എന്നായിരിക്കും കാണിക്കുന്നത്. അത് ഇൻസ്റ്റാൾ കൊടുത്ത് ഇൻസ്റ്റാൾ ചെയ്യുക. ആദ്യം ഒന്ന് വെയിറ്റ് ചെയ്യണം. ഓക്കെ, അല്ല ഇപ്പോൾ എനിക്കിപ്പോൾ ഇവിടെ വന്നിരിക്കുന്നത് ഓപ്പൺ എന്ന് പറഞ്ഞാണ്. എൻ്റെ ഓൾറെഡി ഉള്ളതാണ്. അപ്പോൾ അതിൽ ടച്ച് ചെയ്ത് ഓപ്പൺ ചെയ്യും. ടോക്കൺ പോക്കറ്റ് ഓപ്പൺ ആക്കുക. ഓപ്പൺ ആക്കിയാൽ ഓൾറെഡി എൻ്റെ BNB ഒക്കെ ഞാൻ നേരത്തെ USDT UNB ഒക്കെ നേരത്തെ എടുത്തിട്ടുള്ളത് കൊണ്ട് എനിക്ക് എന്നാലും നമുക്ക് ഇതിന് വേണ്ടി ഒരു പ്രത്യേക ഒരു വാലറ്റ് ഓപ്പൺ ചെയ്യണം. അപ്പോൾ അതിന് വേണ്ടി നമ്മൾ ഈ 3 ലൈനിൽ ടച്ച് ചെയ്യുക. ടച്ച് ചെയ്യുമ്പോൾ ഇവിടെ ഇതിപ്പോൾ ഓൾറെഡി എൻ്റെ ഉള്ളത് കൊണ്ട് ഇങ്ങനെ കാണിക്കുന്നത്. അപ്പോൾ അവിടെ BNB സെർച്ച് ബാറിൽ BNB കൊടുക്കുക. ഈ ഓൾറെഡി അക്കൗണ്ട് ഉള്ളവർ നേരെ ഈ മുകളിൽ 3 ലൈനിൽ ടച്ച് ചെയ്യണ്ട. ഓപ്പൺ ചെയ്ത് നേരത്തെയൊക്കെ അക്കൗണ്ട് എടുത്തിട്ടുള്ളവർ ഈ റൈറ്റ് സൈഡിൽ 2 സ്ക്വയർ കിടക്കുന്നുണ്ട്. അതിൽ ആദ്യത്തെ ആ ഒരു ചെറിയൊരു വട്ടം കിടക്കുന്ന പ്ലസ് എന്ന് പറഞ്ഞ് അതിൽ ടച്ച് ചെയ്യുക. അതിൽ ടച്ച് ചെയ്തിട്ട് നമ്മൾ ഇവിടെ ഇല്ലെങ്കിൽ, ഇവിടെ BNB ചെയിൻ എന്നുള്ള സംഭവം കാണാനില്ലെങ്കിൽ ഈ സെർച്ച് ബാറിൽ കൊടുത്തിട്ട് BNB എന്ന് അടിച്ചാൽ മതി. അവിടെ BNB ചെയിൻ എന്ന് വരും. അതിൽ ടച്ച് ചെയ്യുക. അപ്പോൾ അവിടെ ക്രിയേറ്റ് വാലറ്റ് എന്ന് കാണിക്കും. ആ ക്രിയേറ്റ് വാലറ്റ് കൊടുക്കുക. അത് കഴിഞ്ഞ് വീണ്ടും ക്രിയേറ്റ് വാലറ്റ് ഒന്നുകൂടെ ടച്ച് ചെയ്യുക. അത് കഴിഞ്ഞ് ഇങ്ങനെ വരുന്ന പേജിൽ നമ്മളിവിടെ ഇത് മാറ്റുക. BSC എന്ന് പറഞ്ഞ് കിടക്കുന്നത് മാറ്റിയിട്ട് നമ്മുടെ പേര് കൊടുക്കുക. ഓക്കെ, VNOD എൻ്റെ പേര് കൊടുക്കാം. അത് കഴിഞ്ഞിട്ട് നമുക്ക് ഏത് കമ്പനിയുടെയാണ് നമ്മൾ ചെയ്യണമെന്ന് അറിയണമെങ്കിൽ നമ്മൾ ഇപ്പോൾ ചെയ്യാൻ പോകുന്ന കമ്പനിയുടെ LLJT എന്ന് കൊടുക്കാം. അതായത് ലാഡ്ലി ലക്ഷ്മി ട്രസ്റ്റ്, ആ പേര് കൊടുക്കുക. ഓക്കെ, അത് കഴിഞ്ഞ് പാസ്വേഡ് കൊടുക്കുക. സെക്കൻഡ് വീണ്ടും പാസ്വേഡ്, സെയിം പാസ്വേഡ് തന്നെ ഒന്നുകൂടെ അടിച്ചു കൊടുക്കുക. ഓക്കെ, അത് കഴിഞ്ഞ ഓപ്ഷനിൽ എൻ്റെ നമ്മൾ ഓപ്ഷൻ അതൊന്നും വേണ്ട, ഇവിടെ ഇത് ടിക്ക് ചെയ്യുക. ക്രിയേറ്റ് വാലറ്റ് എന്ന് കൊടുക്കുക. അപ്പോൾ അടുത്തൊരു പേജ് ഇത് വരും. ഇതിൽ അണ്ടർസ്റ്റാൻഡ് എന്നുള്ള ബ്ലൂ ലൈനിൽ ടച്ച് ചെയ്യുക. അത് കഴിഞ്ഞാൽ ഈ 3 ഇതിൽ ടച്ച് ചെയ്യുക. എന്നിട്ട് ക്രിയേറ്റ് ബ്ലൂ ബാറിൽ ടച്ച് ചെയ്യുക. അത് കഴിഞ്ഞ് ഇവിടെ ആ റെഡ് കളറിൽ ആ റൗണ്ടിൽ ഉള്ളതിൽ ടച്ച് ചെയ്യുക. അപ്പോൾ ഇത് ഓപ്പണായിട്ട് കാണിക്കും.
നമ്മുടെ കീ ആണ്, സീക്രട്ട് കീ ബോർഡ് കീ ആണ്. ഈ കീ നമ്മൾ ഒന്നുകിൽ എഴുതി വെക്കുക, അല്ലെങ്കിൽ ഇത് കോപ്പി ചെയ്ത് എവിടെയാണോ സേഫായിട്ട് നമുക്ക് വയ്ക്കാൻ പറ്റുന്ന അവിടെ നമ്മളതിനെ സ്റ്റോർ ചെയ്ത് വെക്കുക. ഒരിക്കലും ഈ ഒരു സംഭവം മിസ്സാവരുത്. അത് എന്ത് ക്യാപിറ്റലാണോ സ്മാളാണോ ലെറ്റർ, അതേ ലെറ്റർ തന്നെ നമ്മൾ എഴുതി വെക്കുകയാണെങ്കിൽ അങ്ങനെ തന്നെ വയ്ക്കുക. ആ നമ്പർ ഇട്ട് തന്നെ വയ്ക്കുക. DRILL ഡ്രിൽ. സോർട്ട് 4 GLARE 5 സർഫസ് 6 purchase 7 glue super 8 super 9 jar 10 solve 11 pyramid 12 suit. ഇങ്ങനെ ഇത്രയും നമ്മൾ നമ്പറിട്ട് കറക്റ്റ് നമ്പറിട്ട് തന്നെ എഴുതി വയ്ക്കുക. എഴുതി വെച്ചതിന് ശേഷം നമ്മൾ ഒന്നും കൂടെ വെരിഫൈ ചെയ്യുക, എഴുതിയത് കറക്റ്റാണോ എന്ന് ഒന്നും കൂടെ വെരിഫൈ ചെയ്തതിന് ശേഷം മാത്രം ഈ കംപ്ലീറ്റ് ബാക്ക് വെരിഫിക്കേഷൻ എന്നുള്ളതിൽ ചെയ്യുക. അപ്പോൾ ഇതിൽ നമ്മൾ എഴുതി വെച്ചത് ഒന്നാമത്തെ ഏതൊന്ന് നോക്കിയിട്ട് അത് തന്നെ ഈ താഴെ വന്നിരിക്കുന്നതിൽ ടച്ച് ചെയ്യുക. ഓക്കെ, ഇപ്പോൾ ആൾട്ടർ എന്നുള്ളതാണ് എൻ്റെ കയ്യിൽ ഒന്നാമത് വന്നിട്ടുള്ള, അത് നമ്മൾ ടച്ച് ചെയ്തു. രണ്ടാമത്തെ ഡ്രില്ല്, മൂന്നാമത്തെ സോർട്ട്, സോർട്ട് മൂന്നാമത്തെ സോർട്ട്, നാലാമത്തെ ഗ്ലെയർ, അഞ്ചാമത്തെ സർഫസ്, 6 പർച്ചേസ്, 7 ഗ്ലൂ, 8 സൂപ്പർ, 9 ജാർ, 10 സോൾവ്, 11 പിരമിഡ്, 12 സ്യൂട്ട്. ഇത്രയും കൊടുത്തു കഴിഞ്ഞാൽ കൺഫേം കൊടുക്കുക. അപ്പോൾ അവിടെ നമുക്ക് വിനോദ് LLTJT എന്നും പറഞ്ഞ് ആ ഒരു വാലറ്റ് നമുക്കവിടെ ക്രിയേറ്റ് ആയി. അതിൻ്റെ റിസീവ് അഡ്രസ്സ് ഉണ്ട്, സെൻഡ് അഡ്രസ്സ് ഉണ്ട്, റിസീവ് അഡ്രസ്സ് ഉണ്ട്. ഇതങ്ങനെ കൊടുക്കുമ്പോൾ ഇത് കോപ്പി ചെയ്യാൻ പറ്റും. കൺഫേം കൊടുക്കുക. അതെടുത്ത് നമുക്ക് നമ്മുടെ വാട്സപ്പിൽ എവിടെയാണെന്ന് വെച്ചാൽ അത് നമുക്കവിടെ സെൻഡ് ചെയ്ത് ഇടാം. എൻ്റെ തന്നെ വാട്സപ്പാണ്, ഞാൻ എൻ്റെ വാട്സപ്പിലേക്ക് ഇത് റിസീവ് അഡ്രസ്സ്. നമ്മളവിടെ റിസീവ് അഡ്രസ്സ് എന്നുള്ളത്
മാർക്ക് ചെയ്തില്ല എന്നുണ്ടെങ്കിൽ അറിയാൻ പറ്റില്ല. അതങ്ങനെ എഴുതിയിടാം. അത് കഴിഞ്ഞാൽ നമുക്ക് ഇനി സെൻഡ് അഡ്രസ്സും നമുക്ക് എടുത്തിടാം. ഇതിൽ തന്നെ സെൻഡ് അഡ്രസ്സ് ഉണ്ട്. സെൻഡ് അഡ്രസ്സിൻ്റെ ആവശ്യമില്ല, അത് അവിടെ നിന്ന് തരുന്ന ഇതിലേക്ക് നമ്മൾ ഇത് കൊടുത്ത് സെൻഡ് ചെയ്താൽ മതി. PNB ഇവിടെ കാണിക്കും, അതിവിടെ കൊടുത്തിട്ട് നമുക്കവിടെ സെൻഡർ എമൗണ്ട് കാര്യങ്ങൾ കൊടുത്തുകൊണ്ട് നമുക്ക് സെൻഡ് ചെയ്യും. ഓക്കെ, ഇതിങ്ങനെയാണ് നമുക്ക് ഇവിടെ വാലറ്റ് ക്രിയേറ്റ് ചെയ്യാനുള്ളത്. ഇപ്പോൾ എനിക്ക് ഓൾറെഡി ഒരു വാലറ്റ് ക്രിയേറ്റ് ആയിട്ടുണ്ട്. ഓക്കെ.